നമ്മുടെ കേരളത്തിൽ വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. LBS വഴി തന്നെയാണ്. ഇപ്പോൾ 19 കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കിട്ടിയില്ലെങ്കിൽ പാരാമെഡിക്കൽ എന്നുള്ള കാലമൊക്കെ കുറേ നാൾ മുമ്പേ കഴിഞ്ഞു. കാരണം ബയോ സയൻസ് ഏരിയ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് പേര് ഹെൽത്ത് സയൻസിൽ ഒരു കോഴ്സ് എടുക്കുന്നത് ജോലി ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഒരുപാട് പഠിക്കാതെ തന്നെ ചിലപ്പം ജോലി ഉറപ്പാക്കാം. അതേസമയം ഒരുപാട് പഠിക്കാൻ പറ്റുന്നവർക്കും പറ്റിയ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇപ്പോഴുണ്ട്. അപ്പോൾ മിക്കവാറും ബയോ സയൻസുകാർക്ക് പറ്റിയ യോജിച്ച ഒരുപാട് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ചില കോഴ്സുകൾക്ക് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പോ 1-2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ കഴിഞ്ഞാൽ ലോകത്തെവിടെ ചെന്നാലും ജോലി കിട്ടും. പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഏതൊക്കെ കോഴ്സാണ് എളുപ്പം ജോലി കിട്ടാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന ചില കോഴ്സുകൾ കൂടിയുണ്ട്. അതിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. പലപ്പോഴും പാരാമെഡിക്കലിൻ്റെ ഗുണം ഒരു ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ്. അന്തർദേശീയ തലത്തിലെ ജോബ് ഏത് ലോകത്ത് നിന്ന് കഴിഞ്ഞാലും ഈ പാരാമെഡിക്കൽ കോഴ്സുകാർക്കെല്ലാം തന്നെ ജോലി കിട്ടും. അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, കരിയർ പൊട്ടൻഷ്യലിനനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പോൾ ഏറ്റവും വേഗം അല്ലെങ്കിൽ ജോലി ഉറപ്പായ കുറച്ച് കോഴ്സുകൾ നമുക്ക് പരിചയപ്പെടാം. അതിലാദ്യം പറയേണ്ടത് BSc MLT കോഴ്സാണ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ടത്. ഇവിടെ BSc MLT ആണ്, മെഡിക്കൽ ലാബ് ടെക്നോളജി. സാധാരണ മെഡിക്കൽ ലാബ് ടെക്നോളജി പറയുമ്പോഴേ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഒരു ലാബ് ടെക്നീഷ്യൻ ജോലിയാണ്. ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് ഒരു DMLT മതി, 2 വർഷത്തെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി മതി. BSc MLTക്കാർ എന്തൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞാൽ അവർ ബാക്ടീരിയോളജി പഠിക്കും, മൈക്കോളജി പഠിക്കും, പാരസിറ്റോളജി പഠിക്കും, ഇമ്മ്യൂണോളജി പഠിക്കും, അവർ സെൽ ബയോളജി പഠിക്കും, മോളിക്കുലർ ബയോളജി പഠിക്കും, DNA സയൻസ് പഠിക്കും. അപ്പം ഒരു നല്ല ഒരു പഠനമാണ് അവർ നടത്തുന്നത്. ഇതെല്ലാം അവരെ സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വേണമെങ്കിൽ അവർക്ക് MSc മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഇപ്പോഴീ നമ്മളെ രാജ്യത്ത് അത് വ്യാപകമായിട്ടുണ്ട്. മെഡിക്കൽ ലബോറട്ടറി സയൻസ് വൻകിട ഹോസ്പിറ്റലിലെല്ലാം എല്ലാം തന്നെ ഈ മെഡിക്കൽ ലാബ് സയൻസ് ഉണ്ട്. വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എബ്രോഡിലൊക്കെ ജോലി സാധ്യതയുണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ നല്ല സാധ്യതയാണെന്നാണ് ഈ കോഴ്സ് എടുത്ത് ജോലി കിട്ടിയവർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സ് BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയാണ്. നമ്മൾ നേരത്തെ എക്സ്റേ, അതുപോലെ തന്നെ CT സ്കാന്, MRI സ്കാന്, ഇതിൻ്റെ ടെക്നോളജി പഠിക്കുന്നതാണ്. ഇതില്ലാതെ ഒരു ലോകം ഇനി ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇതിൻ്റെ പുതിയ ഡിജിറ്റൽ വേർഷൻസൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ തന്നെയും ഇത് ഒരു ഡയഗ്നോസിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഇതിന് നല്ല സാധ്യതയാണ്. ഒരു പക്ഷേ ഇത് ഒരു 8-9 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇതുള്ളത്. എന്തായാലും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ ജോലി കിട്ടും. ലോകത്ത് എവിടെ ചെന്നാലും ജോലി കിട്ടാൻ പറ്റുന്ന മറ്റൊരു കോഴ്സുണ്ട്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയാണ്. BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി മിക്കവാറും ക്യാൻസർ ഹോസ്പിറ്റലിലൊക്കെ ഇവരുടെ ആവശ്യമുണ്ട്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ നമ്മൾ കേരളത്തിലെ തന്നെ കോഴ്സ് സീറ്റുകൾ തന്നെ പഠിക്കുക. നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് വെളിയിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിട്ടുന്നത് കാരണം അത്രമാത്രം ജോബ് പൊട്ടൻഷ്യലേ കേരളത്തിലുള്ള. അതനുസരിച്ചാണ് സർക്കാർ ഈ സീറ്റുകൾ ഇത്രമാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സ് മെഡിക്കൽ ബയോകെമിസ്ട്രിയാണ്. മെഡിക്കൽ ബയോകെമിസ്ട്രി ഈ അടുത്ത കാലത്താണ് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ലിസ്റ്റിൽ വന്നത്. അത് 4 സ്ഥാപനങ്ങളിലാണ് ഉള്ളത്. അതിൽ 2 മെഡിക്കൽ കോളേജാണ്, മറ്റ് 2 വലിയ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇതിൽ ഏകദേശം 100ൻ്റെ അടുത്ത് സീറ്റുണ്ട്, 98 സീറ്റുകളെന്നാണ് കാണുന്നത്. എന്തായാലും വൻ സാധ്യതയാണ് ഇതിനുള്ളത്. മാത്രമല്ല വേണമെങ്കിൽ ജോലിയും ചെയ്യാം. വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് MScയിലും അതുപോലെ തന്നെ റിസർച്ചും ചെയ്യാം. ബയോകെമിസ്ട്രി പോലെ തന്നെ ഒരു കോഴ്സ് കൂടി നമ്മുടെ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അത് മെഡിക്കൽ മൈക്രോബയോളജിയാണ്. നേരത്തെ മെഡിക്കൽ മൈക്രോബയോളജി സാധാരണ MSc തലത്തിലുള്ള ഒരു കോഴ്സായിരുന്നു. അത് പലപ്പോഴും കേരളത്തിന് പുറത്തായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് മെഡിക്കൽ മൈക്രോബയോളജി കേരള പാരാമെഡിക്കൽ ലിസ്റ്റിലുണ്ട്.
അതിൽ 4 ഇൻസ്റ്റിറ്റ്യൂട്ടാണുള്ളത്. അവർക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. MSc വൈറോളജി പഠിക്കാം, MSc മോളിക്കുലർ ബയോളജി പഠിക്കാം, അതുപോലെ തന്നെ സെൽ ബയോളജി പഠിക്കാം, ജിനോമിക്സ് പഠിക്കാം. ജിനോമിക് സയൻസ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. ജെനറ്റിക്സ് പഠിക്കാം. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട കോഴ്സ് PSC നഴ്സിംഗ് തന്നെയാണ്. ആദ്യം പറയേണ്ടിരുന്ന കോഴ്സ് തന്നെയാണ്. അത്രമാത്രം ജോബ് പൊട്ടൻഷ്യൽ ലോകത്താകമാനമുള്ള, ഇനി അടുത്ത 100 വർഷത്തേക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത, ഇനി ഏത് AI വന്നാലും സർവൈവ് ചെയ്യാൻ പറ്റിയ കോഴ്സാണ് BSc നഴ്സിംഗ്. ധാരാളം ആൺകുട്ടികൾ ഇപ്പം BSc നഴ്സിംഗ് എടുക്കുന്നുണ്ട്. 163 സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ള, 161 നഴ്സിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറാപ്പി ഏരിയകളാണ്. തെറാപ്പി 3 കോഴ്സുകളാണ് തെറാപ്പിയിൽ ഉള്ളത്. അത് ഒന്ന് സ്പീച്ച് തെറാപ്പിയാണ്. BASLP എന്ന് പറയുന്ന കോഴ്സാണ്. ബാച്ചലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഇതിന് 7 സ്ഥാപനങ്ങളാണ് നമ്മളെ ലിസ്റ്റിൽ കാണുന്നത്. 7 സ്ഥാപനങ്ങളിലും കൂടി കുറേ സീറ്റുകളുണ്ട്. വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ ഇതിൽ. പിന്നീട് ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. മിക്കവാറും ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ പലരും BASLP ചോദിച്ച് വരാറുണ്ട്. കരിയർ ഗൈഡുമാരെടുത്ത്, കരിയർ കൗൺസിലർമാരെടുത്ത് BASLP കൊണ്ട് നല്ലൊരു തെറാപ്പിസ്റ്റ് ആകാൻ ഇന്ത്യയിലും പുറത്തുമൊക്കെ പാടാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ പറയുന്നത് MASLP എന്നുള്ളതിൽ ജനറലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഡിയോളജി അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലോ അങ്ങനെ 2 സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് എൻ്റെ അറിവ്. മിക്കവാറും MASLP കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റായിട്ട് ഉറപ്പായിട്ട് ജോലി ചെയ്യാം. അടുത്ത തെറാപ്പി കോഴ്സ് ഈ അടുത്ത കാലത്താണ് നമ്മളെ കേരളത്തിൽ തുടങ്ങിയത്. ബാച്ചിലർ ഓഫ് ഒക്കുപ്പേഷണൽ തെറാപ്പി, BOT എന്നാണ്. അത് സത്യം പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ ഒരു വിങ്ങായിട്ട് വന്നാണ്. പിന്നെ ഒരുപാട് ഒക്കുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾ നേരത്തെ തന്നെ നമ്മളെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. ഇപ്പോഴാണ് കേരളത്തിൽ BOT എന്നുള്ള കോഴ്സായത്. ഒക്കുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് ആവശ്യമുണ്ട്. ലോകത്തെ എല്ലാ സ്ഥലത്തും ആവശ്യക്കാരെ ഏറിയിരിക്കുകയാണ്. ഒരുപാട് മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ഒക്കുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പരിമിതമായ സീറ്റാണ് ഒക്കുപ്പേഷണൽ തെറാപ്പിക്ക് ഉള്ളത്. 3 സ്ഥാപനങ്ങളിലായിട്ട് വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഇനി മാസ്റ്റർ ഓഫ് ഒക്കുപ്പേഷണൽ തെറാപ്പി ഇന്ത്യയിൽ നിർത്താറ് പോലുള്ള, സ്വാമി വിവേകാനന്ദൻ നിർത്താറ് പോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ട്. തീർച്ചയായിട്ടും MOT കൂടി, തെറാപ്പിയിൽ നിങ്ങൾ എന്തായാലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാതെ ഒരു തെറാപ്പിസ്റ്റായിട്ട് നമുക്ക് തിളങ്ങാൻ കഴിയില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട തെറാപ്പി എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഫിസിയോതെറാപ്പിയാണ്. BPT എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി. തീർച്ചയായിട്ടും BPTക്ക് 26 സ്ഥാപനങ്ങൾ നമ്മുടെ LBSൻ്റെ ലിസ്റ്റിലുണ്ട്. 26 സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ MGR ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്ന് കർണാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. പുതിയ ഒരു കോഴ്സ് കൂടി നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് എഞ്ചിനീയറിംഗ് ആണ്. ഓർത്തോട്ടിക്സ് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ കോഴ്സാണ്. നമ്മൾ കൃത്രിമ കാല്, അതുപോലുള്ള കൃത്രിമ അവയവ, നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റം ഇതൊക്കെ ഉണ്ടാക്കലാണ് ഇതിൻ്റെ നിർമ്മാണം, ഡിസൈനൊക്കെയാണ്. ഇതിൻ്റെ കമ്പനികൾ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലുണ്ട്, കേരളത്തിലും ചില കമ്പനികളുണ്ട്. ഇനിയുള്ള ചില പ്രത്യേക കോഴ്സുകളിൽ ചില രസകരമായ കോഴ്സുകളുണ്ട്. പക്ഷേ അത് നിങ്ങൾ മെറിറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ മെറിറ്റിലേ കിട്ടുള്ളൂ. അതായത് BSc റേഡിയോ തെറാപ്പി ടെക്നോളജി ഗവൺമെൻറ്റിൽ മാത്രമേ ഉള്ളത്. റേഡിയോ തെറാപ്പിയൊക്കെ അറിയാമല്ലോ. മിക്കവാറും ഇത് പിന്നീട് കീമോയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പോലെ തന്നെയാണ് ഇത്. ക്യാൻസർ കെയറിനൊക്കെ ആവശ്യമാണ്. വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഇത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ കോഴ്സുകൾ കണ്ട് നിങ്ങൾ പെട്ടെന്ന് ചാടിയെടുത്ത് കേരളത്തിന് പുറത്തൊന്നും പഠിക്കേണ്ടതില്ല എന്നുകൂടി പറയുകയാണ്. നമുക്ക് എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒരുപോലെയല്ല ജോലി സാധ്യതയുള്ള പ്രധാനപ്പെട്ട രംഗമെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. അതുപോലെ തന്നെ ഇനി അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്തുകൊണ്ട് ഒപ്റ്റോമെട്രി പറഞ്ഞില്ല, റെസ്പിറേറ്ററി തെറാപ്പി പറഞ്ഞില്ല, അതുപോലെ എമർജൻസി മെഡിസിൻ പറഞ്ഞില്ല. BCVT ഒരുപാട് സ്ഥലത്തുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജിയൊക്കെ പറഞ്ഞില്ലെന്ന് ചിലർ പറയും. ഇങ്ങനെയുള്ളതെല്ലാം ഈ 19 ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇതൊക്കെ എടുക്കുന്നവർ വളരെ സൂക്ഷിച്ചെടുക്കുക. കാരണം എല്ലാറ്റിനും ഒരുപോലെയല്ല ജോലി സാധ്യത. അപ്പം ഇതൊക്കെ പേര് കേട്ടുകൊണ്ട് നമ്മളെ കേരളത്തിൽ എടുക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ കിട്ടാത്തവർക്ക് വേണ്ടി കേരളത്തിന് പുറത്ത് വൻ ഫീസ് കൊടുത്ത്
പിന്നീട് ഇത് പഠിക്കണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ 2 പ്രാവശ്യം ചിന്തിക്കണം. കാരണം ഈ പേര് കേട്ടാൽ തോന്നും ഇപ്പോഴും തന്നെ ജോലി കിട്ടുമെന്ന് തോന്നും, പക്ഷേ അത്രമാത്രം പൊട്ടൻഷ്യൽ ഇല്ല. പെർഫ്യൂഷൻ ടെക്നോളജി ഞാൻ പറയാൻ വിട്ടുപോയതല്ല. പെർഫ്യൂഷൻ ടെക്നോളജി ഗവൺമെൻറ്റിൽ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഈ ലിസ്റ്റ് പിന്നെ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. അത്രമാത്രം പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. മാത്രമല്ല കാർഡിയാക് സർജറിയൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലിലാണ്, വൻകിട ഹോസ്പിറ്റലിലാണ് ഇവരുടെ ആവശ്യം. സാധാരണ ആൾക്കാരെ കുട്ടികളോട് പിന്നെ കേരളത്തിന് പുറത്തുള്ള ചില പിന്നെ സ്ഥാപനങ്ങൾ പറയാറുണ്ട് വിദേശത്തെല്ലാം ഭയങ്കര ഡിമാൻഡാണെന്ന് പറയും. വിദേശത്തും എല്ലാവരും സർജറി ഒന്നും നടത്തുന്നവരല്ലല്ലോ. അപ്പോൾ അവിടെയും ഈ സാധ്യത ഇത്രയും തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പെർഫ്യൂഷൻ ടെക്നോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. കേരളത്തിലെ മെറിറ്റ് സീറ്റിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഉറപ്പായിട്ടും ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ കോഴ്സുകൾ അവസാനം പറഞ്ഞ ഒക്ടോബർ മുതൽ കുറേ കോഴ്സുകൾ ഞാൻ പറഞ്ഞ് അത് പലതിനും പോസ്റ്റ് ഗ്രാജുവേഷനൊന്നും കിട്ടത്തില്ല. ജോലി സാധ്യതകൾ നമ്മൾ പറയും പോലെ അത്രമാത്രം ഹൈലി ഒരു പൊട്ടൻഷ്യലൊന്നും ഈ ജോബ് സ്കോപ്പ് ഇല്ലാത്തതിനുമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശമ്പളവും ചിലപ്പം കിട്ടിയില്ലെന്ന് വരും. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സമചിത്തതയോടുകൂടി വളരെ പഠിച്ച് നമ്മളെ ഗ്രഹപാഠം ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുക, നിങ്ങളിതിന് അപേക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുക. ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ പാരാമെഡിക്കൽ ഏരിയ. താങ്ക് യു.